നമസ്കാരം സാർ. നമസ്കാരം. എന്നെ ആക്രമിക്കുന്നത് പോലെ നരേന്ദ്രമോദി എന്തുകൊണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നില്ല? ചോദ്യം രാഹുൽ ഗാന്ധിയുടേതാണ്. ആലപ്പുഴയിൽ ജി സുധാകരൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ, അതായത് കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കുന്ന ജി സുധാകരന് വേണ്ടി അവിടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധി ഈ ചോദ്യം ഉന്നയിച്ചത്. എന്താണ് സാർ അങ്ങയുടെ അഭിപ്രായം? ആ സന്ദർഭത്തിൽ ജി സുധാകരൻ അവിടെ ഉണ്ടായിരുന്നു. അത് വ്യക്തമല്ല. അദ്ദേഹം ഉണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട്. ജി സുധാകരൻ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, യഥാർത്ഥ ജി സുധാകരനുമാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അവിടെ വെച്ച് തന്നെ മറുപടി കൊടുത്തേനെ, കിട്ടിയേനെ. കാരണം ആരെയും തല്ലാൻ കിട്ടാത്തപ്പോഴത്തേക്ക് കൂടുതലുള്ളവർ തല്ലാമെന്ന് പറഞ്ഞ പോലെ നമുക്കറിയാമല്ലോ. ഈ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും പിണറായി വിജയനും MA ബേബിയും എല്ലാം കൂടെ ചേർന്ന് കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ചേർന്നുണ്ടല്ലോ INDIA എന്നൊരു മുന്നണിയുള്ളത്. അതെ, ഞാൻ തുടക്കത്തിൽ അങ്ങനെ ഇന്ത്യ അലയൻസ് ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, മലയാളം INDIA. അത് തെറ്റില്ലല്ലോ. അല്ലല്ല, INDIA മുന്നണി. ആ മുന്നണിയുടെ ഭാഗമായിട്ടും ഇവിടെ വന്ന വികസനത്തിൻ്റെ കാര്യമോ കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചോ സംസാരിക്കുന്നതിന് പകരം പിണറായി വിജയനെ തല്ലിയിട്ട് പോകാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആക്രമിക്കാം എന്നൊക്കെ കരുതുമ്പം അവിടെ രണ്ട് വിഷയമുണ്ട്. എൻ്റെ ഒരു സ്ട്രെയിറ്റ് ക്വസ്റ്റ്യനാണ്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത്. അതിൻ്റെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ പിന്നീട് വേറെ പറഞ്ഞു, അത് വേറെ കാര്യം. ആ വിഷയത്തിൽ രമേശ് ചെന്നിത്തല വിഷയം ഉണ്ടാക്കി. കെ സുരേന്ദ്രൻ തുടങ്ങിയ BJP നേതാവ് കെ സുരേന്ദ്രൻ തുടങ്ങി വെച്ച വിഷയത്തിൽ രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന കേരള നേതാക്കന്മാർ ഇടപെട്ടു. പക്ഷേ രാഹുൽ ഗാന്ധി ഇടപെട്ടോ? ഇല്ല. സോണിയാഗാന്ധി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. KC വേണുഗോപാൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വലിയ ആവേശമൊന്നും ഉണ്ടായിട്ടില്ല. ഡോക്ടർ ശശി തരൂർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ആ സന്ദർഭത്തിൽ കാര്യമായ ഒരിടപെടലൊന്നും പറഞ്ഞില്ല. അതെ, എന്ന് പറഞ്ഞാൽ പിണറായി വിജയനുമായിട്ടുള്ള സഖ്യം, അതിൻ്റെ ഉത്തരവാദിത്വം പറയേണ്ടത് രാഹുലും സോണിയയാണ്. പോരാ, കുറച്ചുകൂടി പുറകോട്ട് പോകണം. 1962 ചൈനയുടെ ആക്രമണ കാലത്ത് ചൈനയ്ക്ക് ചാരപ്പണി കാണിച്ച കമ്മ്യൂണിസ്റ്റുകാരെ തൽക്കാലം അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് ഭാരതത്തിൽ വേരോടുന്നതിനുള്ള അനവധി അവസരങ്ങൾ അക്കാദമികളിൽ, JNU യൂണിവേഴ്സിറ്റി, അതെ, ഇതെല്ലാം ചെയ്തു കൊടുത്ത ജവഹർലാൽ നെഹ്റു രാഹുൽ ഗാന്ധിയുടെ അപ്പൂപ്പനല്ലേ? ഇത്ര മോശമാണ് കമ്മ്യൂണിസ്റ്റുകാരെങ്കിൽ അപ്പൂപ്പൻ്റെ ആ ശാന്തിവൻ, ആ സ്മൃതി കുടിയിരുത്തി പോയിട്ട് അങ്ങേരെ പൊത്തി ചീത്ത പറ. പിണറായിയെ ഒന്നുമല്ല പറയേണ്ടത്, BJPക്കാരെയല്ല പറയേണ്ടത്. BJP സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദിക്ക് പിണറായിയും ഭയമില്ല, രാഹുലിനെയും ഭയമില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടിടത്ത് കൃത്യമായി പറയും. പക്ഷെ അദ്ദേഹം പറയുന്നത് ഈ നരേന്ദ്രമോദിയെയും BJPയെയും RSSനെയും അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ എതിർക്കുന്നത് കോൺഗ്രസ്സാണ്, ഞാനാണ്. എനിക്കെതിരെ 38 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ പ്രധാനമന്ത്രിയും ഭരണകൂടവുമാണ് പിണറായി വിജയനെ താലോലിക്കുന്നത്. ഇതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുന്ന. അവിടെ കൃത്യമായ ഉത്തരവുണ്ട്. നാട്ടിലെ രാഷ്ട്രീയ മര്യാദകളും സുജന മര്യാദയും ഒന്നും കാണിക്കാതെ വഴിയിലിറങ്ങി നിന്ന് തെരുവ് ഗുണ്ടകളുടെ ശൈലിയിൽ അനാവശ്യം പറയുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. പാർലമെൻറ്റിനകത്തത് കേസാവാത്തതിന് കാരണം പ്രത്യേക പരിരക്ഷയുണ്ട് ഉള്ളതുകൊണ്ടാണ്. തിരിച്ചിറങ്ങി വന്ന് വീരവിനായക ദാമോദർ സവർക്കറെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്ന നാലാംകിട രാഷ്ട്രീയക്കാരനെ പിടിച്ചകത്തിടാത്തത് ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ മാന്യത ഉണ്ടെന്ന് കണക്കാക്കിയാൽ മതി. പോകുന്നിടത്തെല്ലാം ചെന്നിട്ട് ഭാരതത്തിൻ്റെ ചരിത്രവും വർത്തമാനവും അറിയാത്ത, ഭാവിയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടില്ലാത്ത
ഈ 55 വയസ്സായ ഞാൻ ഇപ്പോഴും ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞ് മെച്യൂരിറ്റി നേടി പാർലമെന്റിനകത്ത് പോലും ടീഷർട്ട് വിട്ട് കയറി പോകുന്ന, ഉറക്കം തൂങ്ങുകയും ഉറക്കം നടിക്കുകയും പാർലമെന്റിലെ മര്യാദകളൊന്നും പാലിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന രാഹുലിന് കേസുണ്ടെന്ന് പറയുന്നത്, ഏതാണ്ട് എനിക്ക് 38 കേസുണ്ടെന്ന് പറയുന്നത് വലിയ അഭിമാനം പോലെയാണ്. അത് അവിടെ നിൽക്കട്ടെ. ഞാനൊരു കാര്യം, ഇപ്പോൾ ഇവിടെ വന്ന ബേസിക് കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരെ കടന്നാക്രമിക്കാൻ നോക്കിയിരിക്കുന്നുള്ളതാണ്. അതിനൊരു കാര്യം ഞാൻ പറയാം. ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിരം പരിപാടിയാണ് നെഹ്റു കുടുംബത്തിന് എന്നൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നോ ഓടിച്ചെന്ന് കയ്യും കാലും പിടിച്ച് സഹായിക്കും, അങ്ങോട്ട് ചെല്ലും. 67 ഇന്ദിരാഗാന്ധി കോൺഗ്രസിനെ പിരിച്ചു വളർത്തി. ഇന്ദിരാഗാന്ധിക്ക് ഭൂരിപക്ഷമില്ലായിരുന്നു. നമ്മുടെ നാട്ടിലെ പ്രമുഖനായ എല്ലാവരും ആദരിക്കുന്ന സഖാവ് AK ഗോപാൽ ഉൾപ്പെടെ പാർലമെന്റിൽ 2 കൈയും പൊക്കിയാണ് ഇന്ദിരയ്ക്ക് പിന്തുണ കൊടുത്തത്. ഇന്ദിരയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. ബംഗാൾ ഘടകത്തിന് ചില എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു, എങ്കിലും ഇന്ദിരയ്ക്ക് ഭൂരിപക്ഷം കിട്ടി. ഭരണത്തിൽ കയറി ആദ്യത്തെ ചവിട്ട് കൊടുത്ത ആർക്കിട്ടാ? CPM. അടിയന്തരാവസ്ഥ കാലത്ത് EMS വരെ പിടിച്ചകത്തില്ലേ? കയ്യും കാര്യം പിടിച്ച് മാപ്പും ക്ഷമയൊക്കെ ചോദിച്ചല്ല EMS എന്ന് പുറത്തിറങ്ങിയ ശേഷം ഒരു അക്ഷരം പോലും അടിയന്തരാവസ്ഥക്കെതിരെ EMS പറഞ്ഞിട്ടുമില്ല. അടിയന്തരാവസ്ഥക്കെതിരെ പറഞ്ഞില്ല, ഇന്ദിരക്കെതിരെ പറഞ്ഞില്ല, സഞ്ജയിനെതിരെ. അടുത്ത കാര്യം കേട്ടു, ഇന്ദിര മരിച്ചു, രാജീവ് അനധികൃതമായിട്ട് ഭാരതത്തിന്റെ കീഴ്വഴക്കണങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രധാനമന്ത്രി സഭ അമ്മയുടെ ശവശരീരം മറവി ചെയ്യുന്നത് വരെ പോലും കാത്തിരിക്കാതെ ചാടിക്കേടി പിടിച്ചടക്കി. ആ ഭരണഘടന കീഴ്വഴക്ക ലംഘനത്തെ ഭാരതത്തിൽ പലയിടത്തും ചോദ്യം ചെയ്തപ്പം സഖാവ് EMS പറഞ്ഞത് അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അന്ന് രാജീവിനെ സഹായിക്കാൻ വേണ്ടിയും ശങ്കരൻ നമ്പൂതിരിപ്പാറുണ്ടായിരുന്നു. അല്ല, സിഖ് കലാപത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഇതുപോലുള്ള ഓരോ സന്ദർഭങ്ങളിൽ. ഇപ്പോൾ സാർ, ഇപ്പോൾ എന്തുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ നെഹ്റു കുടുംബത്തെയും കോൺഗ്രസിനെ ഒരു കാലത്ത് പിന്തുണച്ച ഇതേ നമ്പൂതിരിപ്പാട് തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ഏത് ചെകുത്താനുമായിട്ടും കൂട്ടുകൂടും എന്നൊരു വിവാദ സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ കേരളത്തിൽ വന്ന് ഇദ്ദേഹം എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ഒരു കടന്നാക്രമണം നടത്തുന്നത്? അതിനകത്തൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വന്നത്, ഇത് കോൺഗ്രസ്സുകാരുടെ DNA ഉള്ളതാണ്. ആവശ്യമുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സഖാക്കളെ കൂടെ ചേർത്ത് നിർത്തുക, ആവശ്യം കഴിയുമ്പോഴത്തേക്ക് പുറം കാലിൽ തൊഴിക്കുക. ഈ തൊഴി കൊള്ളുന്നത് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ 2004 വാജ്പേയി സർക്കാരിനെ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അമേരിക്കയുടെയും സപ്പോർട്ട് മേടിച്ചുകൊണ്ടാണ് പരാജയപ്പെടുത്തി UPA വന്നത്. അന്ന് UPA വന്ന ശേഷം അന്ന് ആണവ കരാറുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നം ഉണ്ടായല്ലോ. ആദ്യം ആ കാലത്താണ് ഭാരതത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിനും പാർലമെന്റിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ഉണ്ടായിരുന്നു. 54 സീറ്റുകൾ ഈ CPM-നും. അങ്ങനെ നിൽക്കുമ്പോൾ മൻമോഹൻ സിംഗിന്റെ ഒറ്റയാളുടെ തന്നിഷ്ടപ്രകാരമല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ കോൺഫിഡൻസിലെടുക്കാതെ, പ്രകാശ് കാരറ്റിനെ ഒന്നും പോലും കോൺഫിഡൻസിലെടുക്കാതെ ആ കരാറിൽ ഒപ്പിട്ടു. കരാറിന് മെറിറ്റിലേക്ക് ഞാൻ പോകുന്നില്ല, അത് വേറെ വിഷയം. പക്ഷെ അവിടെ വേറൊരു കാര്യം ഉണ്ടായി. അത് കഴിഞ്ഞ് സോണിയ മകനെ കൂട്ടി ചൈനയിൽ പോയി. കോൺഗ്രസും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൂടെ ഒരു കരാറിൽ ഒപ്പിട്ടു. ഇപ്പോഴത്തെ ചൈനീസ് ഭരണമേധാവി ഷീ ജിൻപിങ്ങും സോണിയയും ഒക്കെ ഉണ്ട് അവിടെ. അതിനുശേഷം കൃത്യമായും രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് ചൈനയിൽ പണത്തിൻ്റെ വലിയ ഒഴുക്കുണ്ടായി. ഞാൻ ഉറപ്പിച്ചു പറയാം, CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതും എന്നും വിദേശ ഫണ്ട് കൊണ്ടാണ് കൂടുതലും രാഷ്ട്രീയം കളിക്കുന്നത്. സ്വാഭാവികമായും ചൈനയ്ക്ക് ചാരപ്പണി ചെയ്യുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന പണമുണ്ടല്ലോ. വെല്ലുവിളിച്ച് ഞാൻ പറയാം, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് കൊടുത്തതിൻ്റെ പകുതി പോലും കാണുകയില്ല.
അപ്പം അവിടെ ചൈനയോടുള്ള താല്പര്യത്തിന് തന്നെ, അതായത് ആയുഷ്കാലം മുഴുവൻ ചൈനയ്ക്ക് ചാരപ്പണി ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ പണം രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുമ്പം ചൈനയോടുള്ള ചങ്ങാത്തത്തിൻ്റെ പേരിലും ഇവർ തമ്മിൽ മത്സരമാണ്. അടുത്ത ഘട്ടം കണ്ടോ, കനയ്യകുമാറിനെ കൂടെ പിടിച്ചിരിക്കുന്നത്. കനയ്യകുമാർ മാത്രമല്ല, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അരാജകത്വത്തിൻ്റെ രാഷ്ട്രീയം പഠിച്ച് പുറത്തു വന്ന തുക്കടെ ഗ്യാങ് അവരാണ് ഇന്ന് രാഹുൽ ഗാന്ധിക്ക് കോൺഗ്രസ് ഓഫീസിലിരുന്ന് നയങ്ങളും തന്ത്രങ്ങളും പ്രസംഗങ്ങളും ഒക്കെ എഴുതി കൊടുക്കുന്നത്. അതാണ് മര്യാദഘട്ട വർത്തമാനത്തിന് പേരെടുത്തവനായി രാഹുൽ ഗാന്ധി മാറുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അവർക്കും കാണും, പിണറായിയോടും കൂട്ടരോടും എന്തെങ്കിലും ചൊരുക്ക് കാണും. എല്ലാം കമ്മ്യൂണിസ്റ്റ് പരിവാറാണെന്ന് പറഞ്ഞാലും നക്സലുകളോട്, മാവോയിസ്റ്റുകളോട് പലപ്പോഴും കുടുംബത്തിനകത്ത് കലഹം ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഈ പറയുന്ന മാർക്സിസ്റ്റുകാർ. അപ്പോൾ അതും ഒരു കാരണം പറയാം. ഈ കാരണങ്ങളെല്ലാം നിൽക്കുമ്പോഴും ഏറ്റവും പ്രധാന വിഷയം മറ്റൊന്നാണ്. 10 വർഷമായി കേരളത്തിലെ ഭരണമില്ല. സംസ്ഥാനങ്ങളിലെ ഭരണം കർണാടകയും ഹിമാചൽ പ്രദേശും തെലങ്കാനയായിട്ട് ഒതുങ്ങി. ഇത് തന്നെ എവിടെയൊക്കെ. തെലങ്കാനയുടെ കാര്യത്തിൽ വലിയ സംശയമില്ല. പക്ഷെ ഹിമാചല ആ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വലിയ ബുദ്ധിമുട്ടിലാണ്. കർണാടകയിലെ ഭരണത്തിന് സംശയമുണ്ട്. അതുകൊണ്ട് ഇനിയും ഇവിടെ നിന്നെങ്കിലും 10 കാശ് കിട്ടണമെങ്കിൽ അതെ കേരളത്തിൽ നിന്നേ ഉള്ളൂ. അങ്ങനെയാണ് പിണറായി വിജയൻ മുഖ്യ ശത്രുവായി മാറുന്നത്. ഒന്ന്, പിണറായി വിജയനും അത് തന്നെ പ്രശ്നം. വേറെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പാർട്ടി മെഷീനറി ചലിപ്പിച്ചുകൊണ്ട് പോകുന്നതിനുള്ള ATM, എനി ടൈം മണി, അല്ലെ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ, അത് സ്ഥാപിക്കാൻ പറ്റുന്ന കേരളത്തിൽ മാത്രമാണ്. കേരളത്തിലെ പട്ടിണി പാവങ്ങളുടെ നികുതി പണം അത് അടിച്ചെടുത്തിട്ട് വേണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് അവരുടെ പാർട്ടി നടത്താനും രാഹുൽ ഗാന്ധിക്ക് നാളെ കോൺഗ്രസിനെ ചലിപ്പിക്കാനും. അങ്ങനെ അവർ മോഹിക്കുന്ന, ആഗ്രഹിക്കുന്ന ആ സാമ്പത്തിക സ്രോതസ് നഷ്ടപ്പെടുന്നുവോ എന്നുള്ള ഭയവും കൂടിയാണ് രാഹുലിനെ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുവാൻ പ്രേരിപ്പിച്ചത്. എന്തായാലും ഒരു കാര്യം പറയാം, ഉറപ്പായിട്ട് പറയാവുന്നത്, ആത്മാഭിമാനമുണ്ടെങ്കിൽ അത്ര ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. ആത്മാഭിമാനത്തിന് തരിമ്പെങ്കിലും ഉണ്ടെങ്കിൽ ഈ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഈ കാരണത്തടിക്ക് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഖിലേന്ത്യാ തലത്തിൽ മറുപടി പറയണം. ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ കൂട്ടുകെട്ട് വേണ്ടെന്ന് വെച്ചാൽ പിണറായി വിജയനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഒരു നഷ്ടവുമില്ല. അവർക്ക് കേരളത്തിലുള്ള വോട്ട് കിട്ടും, അവരുടെ പ്രസക്തിയും ഒരു പരിധി വരെ സംരക്ഷിക്കപ്പെടുന്നു. പക്ഷെ കള്ളന് കഞ്ഞി വെച്ചവനോട് കൂടിക്കഴിഞ്ഞാൽ അവനവൻ്റെ പേര് മോശമാണെന്ന് പറഞ്ഞ പോലെ അഴിമതി, വർഗീയത എന്ന് പറഞ്ഞാൽ ഹിന്ദു വിരുദ്ധ വർഗീയത, അതുപോലെ ഞങ്ങൾ സിംഹാസനം എനിക്ക് അവകാശപ്പെട്ടതാണെന്നുള്ള ആ കുടുംബാധിപത്യ ബോധം, ഇതെല്ലാം ഘടകങ്ങളായി നിയന്ത്രിക്കപ്പെടുന്ന രാഹുലിൻ്റെയും സോണിയയുടെയും കുടുംബത്തോടുള്ള ബന്ധം എത്ര പെട്ടെന്ന് മാർക്സിസ്റ്റ് പാർട്ടി വേണ്ടെന്ന് വെക്കുന്നു, അത്രയും പെട്ടെന്ന് അവരുടെ പാർട്ടിയുടെ പുതിയ ഒരു ഉണർവിനോ വളർച്ചയ്ക്ക് അവസരം തരും. ഇപ്പോഴേതായാലും കേരളത്തിൽ പോലും നിർണായകമായ തലത്തിൽ താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് തിരിച്ച് കയറണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രത്യയശാസ്ത്രമായ പ്രശ്നമുണ്ട്. മുതലാളിത്തത്തോട്, മുതലാളിവർക്ക് താല്പര്യത്തോട് ഭാരതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിധേയത്വം പുലർത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസ്സാണ്. അതെ, ആ കോൺഗ്രസിനുമായിട്ട് അടിസ്ഥാനവർഗ താല്പര്യം സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ് ബന്ധം തുടരാൻ കഴിയുന്നത്? അതുകൊണ്ട് ചൈനയിലെ മാടമ്പി സഖാക്കളുടെ
മാർഗനിർദ്ദേശത്തിന് വേണ്ടി അല്ല കാത്തിരിക്കുന്നതെങ്കിൽ ഭാരതത്തിൻ്റെ താല്പര്യം ഇനിയെങ്കിലും പരിഗണിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ അവഹേളനത്തിന് ശേഷവും കോൺഗ്രസിൻ്റെ കൂടെ കൂടിച്ചേർന്ന് നിൽക്കാം അഖിലേന്ത്യാ തലത്തിൽ എന്ന് കരുതുന്നതിന് പകരം INDIA മുന്നണിയെ പുറംകാല് കൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പോകണം. രാഹുലിൻ്റെ കാര്യം നമ്മൾ പരിഗണിക്കേണ്ട കാര്യം പോലുമില്ല. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിപ്പോൾ ഇതിന് കഴിഞ്ഞ തവണയും രാഹുൽ വന്നിട്ട് പോയപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായി മറുപടി കൊടുത്തു. രാഹുലിനെ വളരെ ആക്ഷേപിക്കുന്ന തരത്തിലൊക്കെ അദ്ദേഹം സംസാരിച്ചു. അതിനുശേഷം തെലങ്കാന മുഖ്യമന്ത്രി വന്നിട്ട് പോയപ്പോഴും മുഖ്യമന്ത്രി മറുപടി കൊടുത്തു. ഇപ്പോഴതാ വീണ്ടും അതും പാർട്ടിയെ വഞ്ചിച്ച് വർഗസമരത്തിൽ വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന കോൺഗ്രസിനൊപ്പം പോയ സുധാകരനെ, സുധാകരൻ്റെ തട്ടകത്തിൽ വന്ന് രാഹുൽ ഗാന്ധി ഇത്രയൊക്കെ ആക്രമണം നടത്തിയെങ്കിൽ തീർച്ചയായിട്ടും പിണറായി വിജയൻ അതിന് നല്ല മറുപടി കൊടുക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.